നമ്മുടെ ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചാണ്ടി ഉമ്മൻ ആരുടെ പേരാണ് പറഞ്ഞത്? ആ ഒരു പേര് ഞാൻ പറഞ്ഞുതരാം. ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ഞാൻ പറഞ്ഞുതരാം. പൊന്നു മനുഷ്യന്മാരെ, ദൈവം പൊറുക്കാത്ത ചില കാര്യങ്ങളാണ് ഹൈക്കമാൻഡ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഞാനിവിടെ കോൺഗ്രസിനെ ചെറുതാക്കുന്നതല്ല, ഒരു കാര്യം പറയാം. CPM എന്ന പാർട്ടിയെ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന രീതിയിൽ അത്രയും വലിയൊരു ജയമാണ് കോൺഗ്രസ് ഇവിടെ നേടിയത്. എന്നാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ അതിനും വലിയ തോൽവി ഉറപ്പായിട്ടും കോൺഗ്രസ് തോക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അതിനുള്ള രണ്ട് മൂന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട്. അതായത് ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കാണണം. കടുപ്പിച്ച് സതീശൻ മുഖ്യമന്ത്രിയാകണം, മറ്റ് സ്ഥാനങ്ങൾ വേണ്ട. അതായത് VD സതീശൻ പറയുന്നത് ഒന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണം, വേറെ ഒന്നും വേണ്ട എന്നാണ്. നിങ്ങൾ നോക്കൂ, അതിന് താഴെ വരുന്ന കമന്റുകൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടുകയാണ്. KCയുടെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടാണ് ചിലർ കമന്റ് ഇടുന്നത്. അതൊന്നും ഞാൻ വായിക്കുന്നില്ല. ചില നല്ല കമന്റുകൾ മാത്രം ഞാൻ വായിക്കാം. ആഗ്രഹമല്ല അവകാശം, അത് മറ്റാർക്കും അടിച്ചു മാറ്റാനുള്ളതല്ല. അതായത് VD സതീശന് മാത്രമുള്ളതാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം. അതിനുശേഷം അദ്ദേഹം അതിന് അർഹനാണ്. ഈ ഒരു കമന്റിന് വരുന്ന ലൈക്ക് നിങ്ങൾ നോക്കണം. 41 നിന്ന് 102 ആക്കിയത് അദ്ദേഹമാണ്, VD സതീശൻ. അതായത് മുഴുവൻ കമന്റ് ബോക്സ് മൊത്തത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ്. ഇത് ഏഷ്യനെറ്റിന്റെ കമന്റ് ബോക്സ് അല്ല, ജനൻ TVയുടെ കമന്റ് ബോക്സിലും റിപ്പോർട്ടറിന്റെ കമന്റ് ബോക്സിലും എല്ലാ കമന്റ് ബോക്സിലും പറയുന്നത് ഈ പറയുന്ന VD സതീശൻ മാത്രം മുഖ്യമന്ത്രി ആവണമെന്നാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞായറാഴ്ചയാണ് മറ്റേ മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് പറയുന്നത്. ഉറപ്പായിട്ടും KC വേണുഗോപാലിന്റെ പേര് പറയും. നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണ്. KC വേണുഗോപാൽ പറയുമ്പോൾ എന്ത് വലിയൊരു സാധനം എന്നാണ് ഹൈക്കമാൻഡ് വിചാരിച്ചത്. ഒരു പണിയും എടുത്തിട്ടില്ല അയാള് കേരളത്തിൽ ഒരു പണിയും എടുത്തിട്ടില്ല എന്നത് സത്യം തന്നെയാണ്. മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതെ ഡൽഹിയിൽ AC റൂമിൽ മിണ്ടാതിരുന്നു. അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണമത്രേ. ഒരു കാര്യം പറയാം, KC വേണുഗോപാൽ ഒരിക്കലും മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല. അതിനൊരു എക്സാമ്പിൾ, എന്തായാലും ഇലക്ഷനിൽ മത്സരിക്കണം, ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ചാലല്ലേ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത്. ചിലർ പറയുന്നത് അദ്ദേഹത്തെ എവിടെ നിർത്തിയാലും, വയനാട്ടിൽ നിർത്തിയാലും, കോൺഗ്രസിന്റെ കൊടുങ്കാറ്റാവുന്ന ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നാണ് ചില കോൺഗ്രസിന്റെ അണികൾ പറയുന്നത്. അതിന് നല്ലത് ചാവുന്നതാണ്. അദ്ദേഹത്തിന് ഞാൻ KC വേണുഗോപാലിനോട് പറയുന്നു, ഇപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത് എന്നാണ്. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് തന്നെ ഒഴിഞ്ഞു പോയിക്കൂടെ? നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ? അതായത് മുഖ്യമന്ത്രിയാവാൻ അർഹത ഒന്നെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ, ഈ രണ്ടുപേരാണ്. KC വേണുഗോപാലിന് 1% പോലും അർഹതയില്ല. അദ്ദേഹം കേന്ദ്രത്താണ്. നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നരേന്ദ്രമോദി കാണിക്കുന്ന ദുർബലമായ ഭരണത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അദ്ദേഹം പണിയെടുക്കുന്നുണ്ട് കേരളത്തിൽ ഒരു മണ്ണാങ്കട്ടെ അദ്ദേഹം ചെയ്യുന്നില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുന്നത്? ഒരു മനുഷ്യന്മാര് പോലും, അതായത് കോൺഗ്രസിന് നല്ലോണം അണികളെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കോൺഗ്രസിനെ വെറുക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. KC ആണ് മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ചെയ്യുന്ന എല്ലാ വൃത്തികേടും ഒന്നൊന്നായി വിളിച്ച് ഞാൻ പറയും. ഓക്കെ, അതിൽ നിങ്ങൾ എന്നെ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനൊക്കെ കടക്കാം. അതിനു മുമ്പ് പിണറായി വിജയന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. അതായത് പിണറായി വിജയൻ പറയുന്നത്, വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ, ഞാൻ മറ്റേ ഈ മലയാളം വായിക്കുന്നതിൽ ചെറിയ ഇതുണ്ട്, ഞാൻ കന്നഡ പഠിച്ച ഒരാളാണ്, മലയാളം കണ്ടു പഠിച്ച ഒരാളാണ്. ഓക്കെ, ഇവിടെ പിണറായി വിജയൻ പറയുന്നത്, വ്യക്തിപരമായി എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, അത് പ്രശ്നമില്ല, ഇനി ഒന്നിച്ചു നിന്നാൽ തിരിച്ച് LDF വരുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പൊന്നു പിണറായി വിജയ, ഒരുമിച്ച് നിൽക്കണ്ട എന്നാണ് ചിലർ കമന്റ് ബോക്സിൽ പറയുന്നത്. ആ ഒരു കമന്റ് ബോക്സ് നമ്മൾ പെട്ടെന്ന് നോക്കാം. അതായത് CPMന്റെ സഖാക്കളാണ് കമന്റ് ഇടുന്നത്, തിരിച്ചു വരണം, പക്ഷെ കഴിഞ്ഞ 5 കൊല്ലത്തെ പോലെ ആവാതിരുന്നാൽ മതി, യുവാക്കൾക്ക് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കണം. ഇത് ശരി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നല്ലവരായ സഖാക്കൾ പറയുന്നത്, ഈ കിളവന്മാരൊക്കെ നിങ്ങൾ നോക്കൂ, ആരെങ്കിലും ഷാഫി പറമ്പിലിനെ പോലെ, രാഹുൽ മാങ്കൂടത്തിലിനെ പോലെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പറയുന്ന CPM പാർട്ടിയിലുണ്ട്? എല്ലാവരും കിളവന്മാരല്ലേ. ഞാൻ അവരെ ചെറുതാക്കുന്നതല്ല, നമ്മൾ മിക്സഡ് ആയിട്ട്, അതായത് ഇപ്പോ 3 ദിവസത്തെ ദുനിയാവാണ്, ഞാനിപ്പോ മരിക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ദുനിയാവിൽ പിണറായി വിജയൻ മരണപ്പെട്ടാൽ പിൻഗാമി ആ സമയത്ത് തന്നെ വേണം. അങ്ങനെയല്ലേ വേണ്ടത്. ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ വലിയ സംഗതിയല്ല, ഞാൻ മരണപ്പെട്ടാൽ തീർന്നെന്ന് വെച്ചോളെ. ഇപ്പൊ മുഖ്യമന്ത്രി, ഇപ്പൊ നമ്മള് ഇത് വിഷയം പറയുന്നതാണ്, ഇപ്പൊ ഇറാനില് വലിയ നേതാക്കളൊക്കെ ഇസ്രായേൽ കൊല്ലുന്ന ഒരു സമയത്ത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ആ സ്പോട്ടിൽ തന്നെ നേതാക്കൾ വരുന്നുണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അതിനുശേഷം വരുന്ന കമന്റ്, തൽക്കാലം ഒന്നിച്ച് വീട്ടിൽ പോയി ഇരുന്നാൽ മതി എന്നാണ്.
അതായത് എല്ലാവരും പറയുന്നത് പിണറായി വിജയൻ നിങ്ങൾ ഇനി വരണ്ട, പ്രതിപക്ഷ നേതാവാവേണ്ട, ഒന്ന് ദയവ് ചെയ്ത് മിണ്ടാതിരുന്നാൽ മതി എന്നാണ് ചാണ്ടി ഉമ്മൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വെച്ച് തരുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ചാണ്ടി ഉമ്മൻ പറയുന്ന മുഴുവനായിട്ടുള്ള ഭാഗം ഞാൻ വെച്ച് തരാം. അതിനുശേഷം ആർക്കാണ് ചാണ്ടി ഉമ്മൻ പിന്തുണച്ചത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അമൽ തേനംപറമ്പിലുണ്ട്. അമലിനൊപ്പം ഇപ്പോൾ ചാണ്ടി ഉമ്മനുമുണ്ട്. അമൽ, ചാണ്ടി ഉമ്മൻ അക്ഷയ, ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട ശേഷം നിലപാട് അറിയിച്ച് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരുടെ പേരാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നില്ല, അത് മനസ്സിലുള്ള കാര്യമാണ്. പക്ഷേ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അല്ല, എങ്ങനെ അത് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതേ കാര്യം ചോദിക്കാം. നിലപാടിന്റെ കാര്യം ചോദിച്ചാൽ പേരിന്റെ കാര്യം, നിലപാട് എന്താണെന്നുള്ള ഞാൻ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. എന്റെ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യം ഞാൻ പുറത്ത് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മാതൃഭൂമിക്കകത്ത് നടക്കുന്ന കാര്യം നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ പബ്ലിക് സ്ഥാപനമാണ്, പക്ഷേ എല്ലാ കാര്യം നിങ്ങൾ പുറത്ത് പറയൂല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതികളുണ്ട് ഞങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇതാണ് പ്രൊസീജിയർ. അതിനകത്ത് ഒന്നും രഹസ്യമല്ല. അതെല്ലാം പാർട്ടിക്കകത്തുള്ളിൽ തീരുമാനിക്കേണ്ട. പക്ഷേ ചില ക്രൂഷ്യൽ തീരുമാനം എടുക്കുമ്പോൾ പാർട്ടിക്കകത്തല്ലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് പൊതുമധ്യ കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. കാരണം പാർട്ടിക്കകത്ത് ഡിസിഷൻ അങ്ങനെയാണ്. ഇത് ഈ MLA-മാരുടെ എണ്ണം ആയിരിക്കുമോ പ്രധാന മാനദണ്ഡം? അങ്ങനെയാണോ തോന്നുന്നത്? ഞാൻ എങ്ങനെ പറയുന്നത്? എന്റെ ഒപ്പീനിയൻ എടുത്തു, എല്ലാ MLA-മാരും ഒപ്പീനിയൻ എടുക്കുന്നു, വിവിധ ആൾക്കാരെ കാണുന്നു, വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാണുന്നു, എല്ലാ ജനവികാരം അറിയുന്നു, എല്ലാം കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കുക. എത്ര സമയം വീതം ഒരു MLA-മാർക്ക് അനുവദിച്ചിട്ടുണ്ട്? അതല്ല, അതിപ്പം ആദ്യം മീറ്റിംഗ് കൂടി ഞങ്ങൾ ACC ഓതറൈസ് ചെയ്തു തീരുമാനം എടുക്കുവാൻ. അതിനുശേഷം ഒറ്റയ്ക്ക് കണ്ടു. എനിക്ക് അല്പം ഒരു സമയം എക്സ്ക്യൂസ് തരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആദ്യം വിളിച്ചതാണ്. ഓക്കെ, അപ്പം ആദ്യം അവരുടെ അഭിപ്രായം അറിയിച്ച ശേഷം ചാണ്ടി ഉമ്മൻ മടങ്ങുകയാണ്. ഓരോ MLA-മാരെയും പ്രത്യേകം കാണുന്നു. ആ MLA-മാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. ഒറ്റ പേര് പറയണം എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഈ വരുന്ന MLA-മാർക്ക് നൽകിയിട്ടുള്ളത്. ഒറ്റ പേര്, അല്ലാതെ മറ്റ് സാധ്യതകളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ഫോർമുലകൾ മുന്നോട്ട് വെക്കേണ്ടതില്ല. ഒറ്റ പേര്, നിങ്ങളുടെ മനസ്സിലുള്ള മുഖ്യമന്ത്രി ആരാണ് അവരുടെ പേര് നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് പറയുന്നത്. ആ പേര് പറഞ്ഞ് അങ്ങനെ MLA-മാർ ഓരോരുത്തരായി മടങ്ങുകയാണ്. ചാണ്ടി ഉമ്മനും ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്നു. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. KC-യുടെ വിഭാഗം പറയുന്നത് ചാണ്ടി ഉമ്മൻ ഞങ്ങൾക്കൊപ്പം എന്നാണ്. ഭ്രാന്താണ്. ചാണ്ടി ഉമ്മൻ VD സതീശന്റെ പേരാണ് പറഞ്ഞത്. അതായത് VD സതീശന്റെ പേരാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്നാണ് നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങൾ. അതായത് ഈ പറയുന്ന രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശന്റെ KC-ക്ക് ഒരു കാലത്തും ചാണ്ടി ഉമ്മൻ സപ്പോർട്ട് കൊടുക്കത്തില്ല. കാരണം രാഷ്ട്രീയം പഠിച്ച ഒരാൾ, രാഷ്ട്രീയം എന്തെന്ന് അറിയുന്ന ഒരാൾ ഒരിക്കലും KC-ക്ക്, ഒരു MLA-മാർ പോലും KC-ക്ക് അനുകൂലിക്കൂല. കാരണം പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും. ചാണ്ടി ഉമ്മന് പൈസയുടെ വിഷയമല്ല ഞാൻ പറഞ്ഞത്, വേറെ MLA-മാരുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ രാഷ്ട്രീയ ബോധമുള്ള ഒരാളും KC-യുടെ പേര് പറയില്ല. അയാൾ എന്ത് മണ്ണാങ്കട്ടയാണ് ചെയ്തത് കേരളത്തിന്? ഒന്നും ചെയ്തിട്ടില്ല. അയാളായിരിക്കും മുഖ്യമന്ത്രി ആവുന്നത്. അത് അങ്ങനെ തന്നെയാണ്. കർണാടകയിൽ DK ശിവകുമാറാണ് ചത്ത് പണിയെടുത്തത്. അതിനുശേഷം സിദ്ധരാമയ്യക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്. ഇവിടെയും അങ്ങനെയാണ്. അവിടെ സിദ്ധരാമയ്യ പിന്നെയെങ്കിലും പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം കർണാടകയിലെ കേന്ദ്രത്തല്ല, രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയത്തിലാണ് സിദ്ധരാമയ്യ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല സിദ്ധരാമയ്യ ആക്കിയതിൽ. ഇവിടെ നോക്കൂ, കേന്ദ്രത്തിലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ മുഖ്യമന്ത്രി അത്രയും നേതാക്കളില്ലാതെ ഗതികേടിലാണോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വലിയ പ്രശ്നവും. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് അനുകൂലിച്ച ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സ് എല്ലാം തിരിയും KC-യെ മുഖ്യമന്ത്രിയാക്കിയാൽ. അതിൽ യാതൊരു തർക്കവുമില്ല. ഇത് എൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് മാത്രമാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ്, വരുന്ന അപ്ഡേറ്റ് KC-യെ മുഖ്യമന്ത്രിയാക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും പൊന്നുമനുഷ്യന്മാരെ, നിങ്ങളുടെ കയ്യിലാണ്. VD സതീശനെ ഇഷ്ടമുള്ളവർ, അതായത് ആരാണ് VD സതീശൻ എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടുള്ള നമ്മളെപ്പോലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ആദ്യം ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റിട്ട് വീണ്ടും മത്സരം ജയിച്ചു വന്ന ഒരാളാണ്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ജയിച്ചാൽ ഉറപ്പായിട്ടും തുടർച്ചയായിട്ട് 10 വർഷം കേരളം കോൺഗ്രസ് ഭരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം നല്ല നേതാവാണ്. ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റുന്ന ഒരാളാണ്. നോക്കൂ, മുൻകൂട്ടി അദ്ദേഹം പറഞ്ഞത് എല്ലാം ശരിയായി. അതായത് ഒരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളൊക്കെ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. 8ന്റെ പണി കിട്ടും. KC-ക്കൊക്കെ തെറിയോട് തെറിവിളിയാണ് എല്ലാ കമന്റ് ബോക്സിലും. ജനൻ TV-യിലടക്കം പറയുന്നത് ഈ പറയുന്ന VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ്. പിന്നെ എന്ത് ഭാവിച്ചിട്ട് KC-യെ മുഖ്യമന്ത്രി ആക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന VD സതീശൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ രമേശ് ചെന്നിത്തല കൊടുക്കണം. KC ഒരു കാരണം വെച്ചാലും കൊടുക്കരുതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.